അനന്ത ഗുണസമ്പന്നനായ ദൈവം, സർവ നന്മകളുടെയും നിറകുടമായ ദൈവം തൻ്റെ സൗഭാഗ്യാവസ്ഥയിൽ പങ്കാളികളാക്കാൻ മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സർവ നന്മകളിലും ദൈവത്തിൻ്റെ സൗഭാഗ്യാവസ്ഥയിലും പങ്കുകാരാക്കുന്നതിന് വേണ്ടിയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സത്തയിലും സാരാംശത്തിലും സമനായിരിക്കുന്ന ഒരു ദൈവം, മൂന്ന് വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടായേ പറ്റൂ. കാരണം എന്തെന്നറിയാമോ? കാരണം ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. ആ സ്നേഹത്തിന് ഓബ്ജക്റ്റായിട്ട് ആരെങ്കിലും വേണം. നിങ്ങൾ സ്നേഹമാണെങ്കിൽ ആ സ്നേഹം ആരെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യാനിയുടെ ദൈവം ഏക ദൈവം, മൂന്ന് വ്യക്തികൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവ് പുത്രനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പുത്രൻ പിതാവിനെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ത്രിത്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നേഹത്തിന് സ്തുതി എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തിന് സ്തുതി. സ്നേഹമേ സ്തുതി.